എല്ലാവർക്കും നമസ്കാരം. മൂവി ട്രെൻഡ്സ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജൂലൈ 4, 2025, അതായത് ഇന്നലെ റിലീസായിട്ടുള്ള പറന്തുപോ എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഈ കാലഘട്ടത്തിൽ ഒരച്ഛനും മകനും ഇടയിലുള്ള ബോണ്ടിങ് ഈ കഥയിലൂടെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഡയറക്ടർ റാം. ഒരു ശരാശരി ജീവിതം ജീവിക്കുന്ന ഒരു അച്ഛൻ, ആ അച്ഛന് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു മകൻ, അവന് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നത് ഈ കഥയിൽ വളരെ വ്യക്തമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വരൂ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ചെന്നൈ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു ചെറിയ കുടുംബം. ഈ കുടുംബത്തിൽ ഒരേ ഒരു മകൻ മാത്രമാണുള്ളത്. മകൻ ഇപ്പോൾ എക്സാം ലീവിലാണുള്ളത്. മകൻ എക്സാം ലീവിലുള്ളത് കൊണ്ട് അച്ഛനും അമ്മയും മകനെ വീട്ടിൽ പൂട്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അവനാണെങ്കിൽ വീട് വിട്ട് പുറത്തിറങ്ങാനും കഴിയില്ല. അമ്മ കോയമ്പത്തൂരിൽ തുണിക്കട നടത്തി വരുന്നു. അച്ഛനാണെങ്കിൽ അറിയാവുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മകനെ നല്ല സന്തോഷത്തിൽ വെക്കണം, മകന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ല വലിയ സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാരണം മകനു വേണ്ടി അച്ഛനും അമ്മയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മകന് പക്ഷേ പണത്തിൻ്റെ വിലയൊന്നും അറിയില്ലല്ലോ. അവനെ സംബന്ധിച്ച് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകണം, പുറം ലോകം കാണണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെയാണ് ഇവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ദിവസവും അവനെ അമ്മ വിളിക്കും. എന്താ ചെയ്യുന്നത്, ഫുഡൊക്കെ കഴിച്ചോ, പഠിച്ചോ എന്നൊക്കെ ചോദിക്കും. ഈ പയ്യന് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ആദ്യം അമ്മയാണ് വിളിച്ച് പറയാറ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എണ്ണ ടിന്ന് അബദ്ധവശാൽ ഇവൻ കാരണം പൊട്ടും. അച്ഛൻ വന്ന് നോക്കുമ്പോൾ എണ്ണ ടിന്ന് പൊട്ടിയത് കണ്ട് അവനോട് ദേഷ്യത്തോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. അവൻ പറഞ്ഞു അറിയാതെ പറ്റിയതാണെന്ന് ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് അമ്മയോട് ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളല്ലോ, എന്നിട്ട് അമ്മ ഇതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, നീ നുണ പറയാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് അവനെ ശകാരിച്ചുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് തല്ലുകയും ചെയ്തു. അതുകൊണ്ട് മകനും ദേഷ്യത്തിൽ റൂമിൽ പോയി കതകടച്ചു. അപ്പോൾ അച്ഛനും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് മകൻ ആദ്യമേ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നത്. മകൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഒരു കുറ്റബോധം തോന്നി. അടുത്ത ദിവസം രാവിലെ ചെറുക്കൻ വീണ്ടും ഓരോന്ന് ഒപ്പിക്കാൻ തുടങ്ങി. ഇന്നലെ എന്നെ അടിച്ചില്ലേ, അതിന് പകരമായി അച്ഛൻ ഇനി വീടിൻ്റെ ഉള്ളിലിരിക്കുക, വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അച്ഛനും മനസ്സിലാക്കുക എന്നും പറഞ്ഞ് അച്ഛനെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ പറയുന്നത് സ്കൂൾ പൂട്ടിയിട്ട് അവനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിടുന്നത് ശരിയല്ല, ഒരു ദിവസമെങ്കിലും അവനെ കൊണ്ട് പുറത്തു കൊണ്ടുപോകും, അപ്പോഴല്ലേ അവനും ഒരു സന്തോഷമൊക്കെ കിട്ടുകയുള്ളൂ. മകനാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ പുറത്തു കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ല എന്ന വാശിയിലാണ്. അവസാനം അച്ഛൻ അത് സമ്മതിച്ചു. രണ്ടുപേരും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനും സാധാരണക്കാരനാണല്ലോ, ബൈക്കിൻ്റെ EMI കുറേ പെൻഡിങ് ഉണ്ട്. ലോണിൻ്റെ ആൾ അവരെ കണ്ട് ഇവരുടെ പിന്നാലെ വരാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ലോൺകാരനെ കബളിപ്പിച്ച് അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടെ അച്ഛൻ്റെ പേര് ഗോകുൽ എന്നും മകൻ്റെ പേര് അൻപ് എന്നുമാണ്. ഇനി അങ്ങോട്ട് കഥ പറയുമ്പോൾ ഇവരുടെ പേരായിരിക്കും പല സ്ഥലങ്ങളിലും ഞാൻ ഉപയോഗിക്കുക. ഈ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം, എത്രയും പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കണം എന്നുള്ളത് കൊണ്ട് ഇവൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇവൻ്റെ അച്ഛൻ്റെ വീടും ഉള്ളത്. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഭാര്യയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഭാര്യ ചോദിച്ചു. എങ്കിലും ഈ അവസ്ഥയിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മകനെയും കൂട്ടിയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ പോയ ഉടനെ ചെറിയ പ്രായത്തിൽ നിൻ്റെ അച്ഛൻ എന്തൊക്കെ കുറുമ്പ് കാണിക്കുമോ അതൊക്കെ മുത്തശ്ശി അവനോട് പറഞ്ഞു കൊടുക്കുന്നു. നിൻ്റെ അച്ഛൻ ഭയങ്കര വാശിക്കാരനായിരുന്നു, അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കില്ല എന്നൊക്കെ. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ചിന്തിച്ച് അവന് തന്നെ ആശ്ചര്യം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗോകുൽ അച്ഛനോട് സഹായം ചോദിക്കുന്നു. അച്ഛൻ്റെ അടുത്തും സഹായിക്കാനുള്ള വഴികളൊന്നുമില്ലായിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രണയിച്ച് അന്യമതസ്ഥനായ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതുകൊണ്ട് ഭാര്യയുടെ വീട്ടിൽ നിന്നും മുഴുവനായും പുറത്തായിരുന്നു. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പയ്യൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഗോകുലും അവൻ്റെ പിന്നാലെ ഓടിപ്പോയി. നീ എന്തിനാ ഓടിപ്പോകുന്നത്, നമുക്ക് നാളെ നേരം വെളുത്തിട്ട് പോകാം, ഇപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു വിളിച്ചു.
അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാത്രം ഞാനില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മകൻ അത് പറയാതിരിക്കുന്നതാണ് എന്ന് അച്ഛനും മനസ്സിലായി. ശരി, വേറെ വഴിയില്ല എന്ന് മനസ്സിലായി ഗോകുൽ മകനെയും കൂട്ടി രാത്രി ബൈക്കിൽ യാത്ര തിരിച്ചു. യാത്രാമധ്യേ ഭയങ്കരമായ മഴ. മഴയത്ത് എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് കരുതി അടുത്ത് കണ്ട ഒരു അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഒരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു. ആ പിച്ചക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ല. മഴയൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരം വെളുത്തതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അത് കേട്ടപ്പോൾ ഗോകുലും വിചാരിച്ചു, വീട്ടിൽ പോയ ലോണിൻ്റെ ആൾക്കാർ തേടി വരുമല്ലോ, അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടിയിട്ട് നാളെ രാവിലെ നേരം വെളുത്ത ഉടനെ തിരിച്ചു പോകാമെന്ന് ഗോകുലും പ്ലാൻ ചെയ്തു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മകനെ കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന പിച്ചക്കാരനെയും കാണാനില്ല. ഒരുപക്ഷെ പിച്ചക്കാരൻ മകനെ തട്ടിക്കൊണ്ടു പോയിരിക്കുമോ എന്ന് ചിന്തിച്ച് ചുറ്റും നോക്കിക്കൊണ്ട് മകനെ ഉറക്കെ വിളിച്ചു നോക്കി. അവനെ കാണാനില്ല. അപ്പോഴാണ് മലമുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കിയപ്പോൾ മകൻ അതാ മലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നു. നീ എങ്ങനെ മേലെ കയറിയത്? താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ, അച്ഛാ എനിക്ക് കയറാൻ മാത്രമേ പറ്റുള്ളൂ, ഇറങ്ങാൻ കുറേ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. അച്ഛൻ മേലെ വന്ന് എന്നെ ഇറക്കി കൊണ്ടുപോ എന്ന് പറയുന്നു. ഓൾറെഡി ഗോകുലിന് മുട്ടുവേദനയാണ്. ഈ വേദനയും വെച്ചുകൊണ്ട് മകന് വേണ്ടി ആ മലമുകളിൽ കയറി മകനെ താഴെ ഇറക്കി കൊണ്ടുവന്നു. രണ്ടുപേരും താഴെ വന്നതും ആ പിച്ചക്കാരൻ കയ്യിൽ ഒരു പൊതിയുമായി വരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഡ്ഡലി വാങ്ങിച്ചു വന്നതാണെന്ന് പറയുന്നു. അയ്യോ, ഇവരെയാണല്ലോ ഞാൻ സംശയിച്ചതെന്ന് ചിന്തിച്ച് ഒരു സോറി പറഞ്ഞു. അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പോൾ രൂപത്തെ വെച്ചാണ് ആളുകളെ അളക്കുന്നത്. ഇവിടെ അടുത്തൊരു കുളമുണ്ട്, നിങ്ങൾ ആ കുളത്തിൽ പോയി കുളിച്ചിട്ട് വാ, ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാം. അങ്ങനെ രണ്ടുപേരും കുളത്തിലേക്ക് പോയി. ആ കുളം കണ്ടതും പയ്യന് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം ഇത്രയും നാൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞിട്ട് സിറ്റിക്ക് പുറത്തുള്ള മലയും കുളവും ഒക്കെ കാണുമ്പോൾ ആർക്കായാലും സന്തോഷം വരില്ലേ? ആ കുളത്തിൽ അവൻ ചാടിക്കളിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോൾ അതേ കുളത്തിൽ ഒരു സ്ത്രീ തുണി അലക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ ഗോകുലിനെ നോക്കി, നീ ഗോകുലല്ലേ, സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഗോകുലിന് ആ സ്ത്രീയെ മനസ്സിലായില്ല. ഇത് ഞാനാടാ, നമ്മൾ 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്, ഞാൻ വനിതയാണ്. ആ പേര് പറഞ്ഞതും ഗോകുലിന് അവളെ ഓർമ്മ വന്നു. അവർ രണ്ടുപേരും ചെറിയ വയസ്സിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തായാലും ഇത്രയും ദൂരം വന്നില്ലേ, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, അവിടം വരെ വന്നിട്ട് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് നിങ്ങളിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വനിത ഭർത്താവിൻ്റെ കൂടെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗോകുലും കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ കൂടെ മിങ്കിളായിരുന്നു. ഗോകുലിന് ഒരു മകനുള്ളതുപോലെ തന്നെ വനിതയ്ക്കും ഒരു മകനുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് മലമുകളിലും കുളങ്ങളിലുമൊക്കെ പോയി കളിക്കുന്നു. അൻപ് വളരെയധികം എക്സൈറ്റഡ് ആണ്, കാരണം ഇതൊക്കെ അവന് പുതിയ അനുഭവങ്ങളാണ്. ഒരു ഘട്ടത്തിൽ അൻപിന് ടോയ്ലറ്റിൽ പോകാൻ വരുന്നുണ്ട്. ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല, ഇവിടെ തന്നെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുത്തിച്ചു. പക്ഷേ അവന് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, എങ്ങനെ ഇരിക്കണം എന്ന് പോലും അവനറിയില്ല. അത്രയധികം അൻപ് നഗരജീവിതവുമായിട്ട് ഇഴകി ചേർന്നിട്ടുണ്ടായിരുന്നു. വനിതയുടെ മകനാണ് അൻപിന് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. വനിതയുടെ കുടുംബത്തിൻ്റെ കൂടെ ഇരുവരും നല്ല മിങ്കിളായിരുന്നു. ഒരു ഘട്ടത്തിന് മേലെ അവർക്കവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവരോട് യാത്ര പറഞ്ഞ് അവർ പുറപ്പെടുന്നു. പക്ഷേ ഗോകുലിന് ഇതിനു ശേഷം എവിടെ പോകുമെന്ന് ഒരു പിടുത്തവുമില്ല. കാരണം വീട്ടിൽ പോയാൽ ലോൺകാരൻ്റെ ശല്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അച്ഛൻ്റെ അടുത്തും പോകാൻ കഴിയില്ല. എന്തും ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അൻപ് ഒരു കാര്യം പറയുന്നത്, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി. അവർ വലിയ പണക്കാരായിരുന്നു. ഗോകുൽ മിഡിൽ ക്ലാസ് ആണെങ്കിലും തൻ്റെ മകനെ വലിയ സ്കൂളിലാണ് പഠിക്കാൻ വിടുന്നത്. ഗോകുലിന് ആ വീടും പരിസരവും കണ്ടപ്പോൾ ടെൻഷനായി. കാരണം ഈ വീട്ടിലുള്ളവരെങ്ങാനും തങ്ങളോട് മോശമായി പെരുമാറിയാലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു വാക്ക് പോലും തെറ്റായി പറയാതെ തൻ്റെ മകളെപ്പോലെ തന്നെ അൻപിനെയും സ്വന്തം മകനെ പോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. അന്നത്തെ ദിവസം അവർ ആ വീട്ടിൽ തന്നെ തങ്ങുകയും ചെയ്തു. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഗോകുലിന് ഒരു ശീലമുണ്ട്, സിഗരറ്റ് വലി. അച്ഛൻ വലിക്കുന്നത് കണ്ട് മകന് ഭയങ്കരമായിട്ട് സങ്കടമായി.
അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ വലിക്കുമായിരുന്നു. എൻ്റെ മകൾ ഒരുപാട് കെഞ്ചി വാശി പിടിച്ച് അത് നിർത്തലാക്കി. അതുപോലെ നീയും കെഞ്ചി വാശി പിടിച്ചാൽ അച്ഛൻ നിർത്തിക്കോളും. രാത്രി കിടന്നപ്പോൾ അച്ഛ ഇനി വലിക്കല്ലേ, അച്ഛൻ മരിച്ചു പോകും എന്ന് വളരെ സങ്കടത്തോടെ പറയുന്നു. അച്ഛനും ശരിയുടെ മോനെ ഇനി ഞാൻ വലിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അവിടെ നിന്നും അവർ പോകുന്നു. അച്ഛൻ മകനോട് സത്യം ചെയ്തിരുന്നു ഇതിനുശേഷം വലിക്കില്ല എന്ന്. അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്, കോയമ്പത്തൂരിൽ നിന്നും എൻ്റെ ജോലി കഴിഞ്ഞ് ഞാനും നാട്ടിലേക്ക് വരികയാണെന്ന്. ബസ്സിൽ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഗോകുൽ മകനെയും കൂട്ടി അമ്മയെ കാത്ത് ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നു. അച്ഛൻ മകനോട് ഇനി വലിക്കില്ലെന്ന് സത്യം ചെയ്തതുകൊണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മകനും കാണുന്നു. എൻ്റെ അടുത്ത് സത്യം ചെയ്ത് നുണ പറഞ്ഞു എന്ന ദേഷ്യത്തിൽ മകൻ ഓടിപ്പോയി. സിഗരറ്റ് വലിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മകനെ കാണുന്നില്ല. മകനെ ഒരു ചായക്കടയിൽ ഇരുത്തിയിട്ടാണ് വലിക്കാൻ പോയത്. ചായക്കടയിൽ ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ ആ ഭാഗത്തേക്കാണ് ഓടിപ്പോയതെന്ന്. ഗോകുലും പിന്നാലെ ഓടി നോക്കിയപ്പോൾ അൻപ് ഒരു മരത്തിൻ്റെ മേലെ കയറിയിരിക്കുന്നു. ഗോകുലിന് മരത്തിൻ്റെ മുകളിൽ കയറാനും കഴിയുന്നില്ല. മകനാണെങ്കിൽ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാനും കഴിയുന്നില്ല. അടുത്തു നിന്ന് എവിടെ നിന്നോ ഒരു ഏണിയൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും മരത്തിൽ നിന്നും മകനെ ഇറക്കണം എന്ന് വിചാരിച്ച് ഏണി വെച്ച് കയറി മരത്തിൽ നിന്നും മകനെ ആദ്യം ഇറക്കി വിടുന്നു. ഒരു വിധത്തിൽ മകനെ ഇറക്കി വിട്ടപ്പോൾ മകൻ്റെ വക അടുത്ത പണി. ഏണി മറിച്ചിട്ട് അച്ഛനെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പെടുത്തി. എടാ മോനെ, ഏണിയെടുത്ത് നേരെ വയ്ക്കുക, അമ്മ ബസ് ഇറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് സത്യം ചെയ്തിട്ട് പിന്നെയും വലിച്ചില്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയി. അച്ഛൻ മരത്തിൻ്റെ മേലെ തന്നെ പെട്ടുപോയി. അൻപാണെങ്കിൽ അച്ഛനെ മരത്തിൻ്റെ മുകളിൽ പെടുത്തിയിട്ട് അവിടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയി അവിടെയുള്ള കുട്ടികളുമായിട്ട് കൂട്ടാകുന്നു. അവരോടൊപ്പം ഫുട്ബോളൊക്കെ കളിച്ച് ആർത്തുല്ലസിച്ചിരിക്കുന്നു. അവനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാളും ഒരു ജയിൽ പോലെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഉടനെ ഗോകുൽ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ മരത്തിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ ലൊക്കേഷൻ അയക്കാം, അവിടേക്ക് വന്ന് എന്നെ രക്ഷിക്കാൻ പറഞ്ഞു. ഭാര്യയും വന്ന് ഏണി വെച്ച് താഴെ ഇറങ്ങാൻ സഹായിക്കുന്നു. പക്ഷേ മകൻ എവിടെ പോയെന്ന് അറിയില്ല. രണ്ടുപേരും ചേർന്ന് മകനെ തിരയുന്നു. മകനെ അവർക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും ഇവരുടെ അടുത്ത് പിടികൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുളത്തിൽ ചാടിയും കാട്ടിലൂടെ ഓടിയുമൊക്കെ ഇവർക്ക് പിടികൊടുക്കാതെ ഇരിക്കുന്നു. അവസാനം നോക്കുമ്പോൾ ഇവൻ ഓടി വലിയ ഒരു മലയ്ക്കും മുകളിൽ കയറി നിൽക്കുകയാണ്. കയറാൻ മാത്രമല്ലേ അറിയുള്ളൂ, ഇറങ്ങാൻ അറിയില്ലല്ലോ. ഗോകുലിനാണെങ്കിൽ മുട്ടുവേദന, അമ്മയ്ക്കാണെങ്കിൽ ആസ്മയുടെ പ്രശ്നവും. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവർ രണ്ടുപേരെയും മകനെ രക്ഷിക്കാനായി മലയുടെ മുകളിലേക്ക് കയറുന്നു. പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ അവനെ കാണാനില്ല. അവൻ വേറെ വഴിയിലൂടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. അവനെ അവർക്ക് പിടിക്കാൻ പോലും കഴിയുന്നില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ വാടാ മോനെ, എന്തിനാ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അൻപ് പറയുകയാണ്, എനിക്ക് ആ ചെന്നൈയിലെ വീട് ഇഷ്ടമില്ല, നമുക്ക് ഈ ഗ്രാമത്തിൽ തന്നെ താമസിക്കാം. ഇവിടെയാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, മരങ്ങൾ, മലകൾ, കുളങ്ങൾ, പുഴകൾ എല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ് അച്ഛനോട് പ്രോമിസ് ചെയ്യാൻ പറയുന്നു. പക്ഷേ അച്ഛനും അങ്ങനെ പ്രോമിസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം സിറ്റിയിലുള്ള ജീവിതം അവർക്ക് സെറ്റായിട്ടുണ്ട്. സിറ്റി വിട്ട് പുറത്തേക്ക് വന്നാൽ എല്ലാം അവർക്ക് മാറ്റേണ്ടി വരും. ഇവരും എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവസാനം വരെ അവനെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ മകനും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. ഇതാണോ കഥ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല. സിറ്റി ലൈഫിൽ കുട്ടികൾ എങ്ങനെയൊക്കെ ഒതുങ്ങിപ്പോകുന്നു. അവർക്കും ഓടണം, ചാടണം, കളിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അവരും മലകളും പുഴകളും ഒക്കെ കണ്ടാൽ എക്സൈറ്റഡ് ആവില്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല പ്രധാനം, പ്രകൃതിയും അവരിൽ പ്രധാനമാണ് എന്നത് ഈ സിനിമയിലൂടെ നന്നായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ സിനിമയുടെ കഥ ഒരു സാധാരണ കഥയായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. ഈ കഥ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ. ഇതിൽ ഒരുപാട് കുറവുകളുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ ഈ കുറവുകളൊക്കെ പരിഹരിച്ച് വീണ്ടും നമുക്ക് കാണാം. ബൈ.